പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതൊക്കെ ഇന്റേണൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഫോക്കസ് കൊടുക്കുന്നതാണ് ശിവയോഗങ്ങൾ. ശിവയോഗങ്ങളിൽ അഷ്ടാംഗ യോഗം വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത് പ്രത്യാഹാര പോർഷൻ. പ്രത്യാഹാര പോർഷനിലാണ് ഈ ചക്ര ആക്ടിവേഷൻ വരുന്നത്, ദശവായു ആക്ടിവേഷൻ, നാഡി ചാനൽ ഓപ്പണിംഗ്, ഇതൊക്കെ വരുന്നത് ഇതിലാണ് വരുന്നത്. അതിൻ്റെ ശേഷം ധാരണ, പലവിധമായിട്ടുള്ള ധാരണ, ധ്യാനങ്ങൾ പലവിധം, സമാധി, പലവിധത്തിലുള്ള സമാധി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശിവയോഗങ്ങളിലുള്ള വ്യത്യാസം വെച്ചാൽ മറ്റു പ്രാണായാമത്തെക്കാട്ടിലും ഈ പ്രാണായാമം സൂക്ഷ്മ പ്രാണായാമം. സൂക്ഷ്മ പ്രാണായാമം വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ വാശി പ്രാണായാമം എന്ന് പറയുന്നത്, വാശി യോഗ. ഈ വാശി യോഗ ഈ ശിവയോഗത്തിലുള്ളതാണ് വാശി യോഗ. അത് പ്രാണായാമത്തിൽ അഡ്വാൻസ്ഡ് പ്രാണായാമം, അതേമാതിരി പ്രത്യാഹാരത്തിൽ ഒരുപാട് പ്രത്യാഹാരങ്ങൾ, ഇങ്ങനെയൊക്കെ വരികയാണ്. ഇപ്പം ശിവയോഗയിൽ ഇത് മാത്രം വാശിയോഗ മാത്രമല്ല, ഇനി ചന്ദ്രയോഗ എന്നുണ്ട്. ചന്ദ്രയോഗ അത് തിരുവനന്തപുരത്തിലാണ് ഇരിക്കുന്നത്, വേറെ എവിടെയും കാണുന്നില്ല. അപ്പോൾ കുണ്ടലിനി റൈസായാൽ അത് ഒടുവിൽ തലയിലാണ് വരുന്നത്. നേരെ ആധാരങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോയി തലയിൽ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചന്ദ്രകലയിൽ സൂര്യകലയിൽ ഒടുങ്ങുന്നത് എങ്ങനെ? അങ്ങനെ ഒടുങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു?